ഇന്നലെ ഞാൻ മോർണിംഗ് ഷോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പം എന്നെ ഇഷ്ടപ്പെടുകയും 24 ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കൊച്ചു മിടുക്കി ഓഫീസിലേക്ക് കയറി വന്നു. അത് ഇവിടെ നിന്ന് തൃശ്ശൂരിലെ മണ്ണുത്തിയിൽ നിന്ന്. കുറേ നാളായുള്ള ആഗ്രഹമാണ് എന്നെയൊക്കെ ഒന്ന് കാണണം. അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരുവിധമുള്ള എല്ലാ ആൾക്കാരുടെയും പേരറിയാം. അതുപോലെ ആ കുട്ടി എന്നോട് ചെറിയ കുട്ടിയാണ്, സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു 24 അറിയാം. ഞങ്ങളുടെ അടുത്ത് വേറെ 24 ബോർഡ് വെച്ച ഒരാൾ ഇരിപ്പുണ്ട്, അത് ഉടായിപ്പാന്ന്. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന മിടുക്കിയായ ഒരു കുട്ടി. അവളുടെ ഒരു ആഗ്രഹമായിരുന്നു 24 വന്ന് എല്ലാവരെയൊക്കെ ഒന്ന് കാണണമെന്ന്. അമ്മയ്ക്കും അച്ചാച്ചനും ഒപ്പമാണ് ഇന്നലെ 24 കൊച്ചിയിലെ കാക്കനാട്ടുള്ള ഓഫീസിൽ ഇവളെത്തിയത്. അവളുടെ പേര് അയോധ്യ എന്നാണ്. മായോധന കല പഠിച്ച കുട്ടി തന്നെ കേട്ടോ. ഒട്ടും പറയാതിരിക്കാൻ വയ്യ. എനിക്ക് സാറിനെ ഇഷ്ടമാണ്, ശ്രീകണ്ഠൻ നായർ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ടി വിയിൽ കാണാനുണ്ട്. പറഞ്ഞിട്ടും തീരുന്നില്ല അയോധ്യയ്ക്ക്. അത്രയ്ക്കിഷ്ടമാണ് 24നെയും SKNനെയും പിന്നെ മറ്റെല്ലാവരെയും. അങ്ങനെയാണ് അവധി ദിനം അച്ചാച്ചനും അമ്മയ്ക്കുമൊപ്പം എറണാകുളത്തെ 24 സ്റ്റുഡിയോയിൽ എത്തിയത്. ഹായ്, നമസ്കാരം. നമസ്കാരം. ഹായ് മോളെ, വരൂ 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 വരൂ. എന്നെ കാണണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട് എവിടെയാ? തൃശ്ശൂർ. ഇവിടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നില്. മോള് 24 മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ ശരിക്കും അറിയാമോ, അതോ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണോ? അല്ല. എന്താ എന്റെ പേര്? ചിരിക്കത്തൊന്നും ആരും ചിരിക്കത്തില്ല. വേറൊരു പേര് വിളിക്കുമല്ലോ എന്നെ, ശിവശങ്കരനാണോ? അത് പിന്നെ അതും അറിയാം അല്ലേ? അത് കിട്ടില്ല ഭായി. SKNന് ഒരു കൊച്ചു സമ്മാനം. എനിക്ക് ഗിഫ്റ്റ് ആയിട്ടാന്ന് വന്നേ. അയ്യോ അയ്യോ. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? പൊളിച്ച്. വീട്ടിലേക്ക് ക്ഷണിച്ചു. നാളെ ഒരു ദിവസം സാർ എന്റെ വീട്ടിൽ വരൂ. വരാം, ഒരു ദിവസം വരാം. തൃശ്ശൂർ പോകുമ്പോ ഒരു ദിവസം വരാം. എന്ത് തരും എനിക്ക് വന്നാ വീട്ടിൽ വന്നാ? അവിടെ മിച്ചറുണ്ട്, സാധനങ്ങളുണ്ട്. മിച്ചറ്. അപ്പൊ അതെല്ലാം എനിക്ക് തരുവോ? എന്നിട്ട് തന്റെ ആഗ്രഹം SKNനോട് പറഞ്ഞു. കൊറേ കാര്യങ്ങൾ കാണണം എനിക്ക്. സ്റ്റുഡിയോ കാണണം, റൂമുകളൊക്കെ കാണണം. അതൊരു ആഗ്രഹം ഇപ്പൊ സാധിച്ചു തരും. *24 അവതാരകരും റിപ്പോർട്ടർമാരുമൊക്കെ ഈ മിടുക്കിക്ക് സുപരിചിതർ. കോഴിക്കോട് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അയോധ്യ ജനിച്ചത് മുതൽ ചികിത്സയിലാണ്. തലയിൽ മുഴയുണ്ടെന്ന് ഗർഭാവസ്ഥയിൽ തന്നെ ഡോക്ടേഴ്സ് കണ്ടെത്തി. നടക്കാനോ സംസാരിക്കാനോ കഴിയുമെന്ന് ആരും കരുതിയില്ല. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചു ഈ കുഞ്ഞ്. അവൾക്കൊരു ആരക്നോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ട് തലയിൽ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഭിന്നശേഷിയൊക്കെയുള്ള കുട്ടിയാണ്, കണ്ണിന് കാഴ്ചയിൽ കുറവുണ്ട്. അപ്പോൾ ഇവളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വരണം, SKനെ കാണണം എന്നുള്ളത്. നമ്മുടെ ന്യൂസ് എപ്പോഴും ന്യൂസാണ് കാണുക, 24 ആണ് കാണുക. 24 കാണുമ്പോൾ SK സാറിനെയാണ് ഭയങ്കര ഇഷ്ടമാണ്. 3ാം ക്ലാസ്സിൽ പ്രസംഗം പഠിപ്പിക്കുന്ന ടീച്ചറെ പോലെ ആകണമെന്നാണ് അയോധ്യയുടെ ആഗ്രഹം. 3ാം ക്ലാസ് ടീച്ചറില്ലേ, പ്രസംഗ ടീച്ചർ, അത് ആ പ്രസംഗം എനിക്ക് പഠിപ്പിക്കണം. 24ൽ നിന്ന് മടങ്ങുമ്പോൾ ഹാപ്പി അല്ലേ മോള്? ഹാപ്പിയാണ്. അതുമാത്രല്ല, അതുകൂടാതെ സാറിനെ കണ്ടപ്പോ മുഖമൊന്ന് തെളിഞ്ഞു. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു. ഒടുവിൽ അച്ചാച്ചന്റെ ഓട്ടോറിക്ഷയിൽ തിരികെ മണ്ണുത്തിയിലേക്ക്. നിറമാണ് പേടിച്ച മാൻ പേടമിളുകളാണ്. ന്യൂസ് ഡെസ്ക് 24. ഒരു സംഭവമാണ്. അവള് ഇവിടെ വന്ന് നമ്മുടെ ആത്മാവ് കീഴടക്കിയിട്ടാണ് പോയത്. അയോധ്യ മിടുക്കിയായിട്ടിരിക്കുക. ഒരു ദിവസം മണ്ണുത്തിയിലെ വീട്ടിലേക്ക് ഞാൻ കയറി വരും കേട്ടോ, സൂക്ഷിച്ചിരുന്നോണം. അത് പ്രമാണിച്ച് അങ്ങോട്ടും ഓടി പൊക്കളയരുത്. ഞാൻ വരുന്ന പ്രമാണിച്ച് ഇങ്ങോട്ട് വരും.